ആഴമേറിയ അറിവുകൾ കൊണ്ട് ആയിരങ്ങൾക്ക് വൈജ്ഞാനിക വിരുന്നോട്ടുന്ന ജാമിഅ നൂരിയയിലെ മഹാന്മാരായ ഉസ്താദുമാരടക്കം വലിയ പണ്ഡിതന്മാരും വാഗ്മികളും മുത്തഅല്ലിമീങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയ വളരെ മുബാറക്കായ അനുഗ്രഹീതമായ ഒരു മജ്‌ലിസാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞുമൊയ്തീൻ ദാരിമി ഉസ്താദ് അവരുടെ മകൾ ഫാത്തിമ ബുഹൈസെ, പ്രഗത്ഭനായ പണ്ഡിത സുഹൃത്ത് പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് ഹൈത്തമി തുടങ്ങിയവരുടെ പുത്രൻ മുഹമ്മദ് ഖാസിം ഫൈസിയും തമ്മിലുള്ള നിക്കാഹ് എന്ന മഹത്തായ കർമ്മമാണ് മലയാളത്തിന്റെ സുഹൃതമായ പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ പോകുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനും സുഗമമായ പ്രയാണത്തിനു വേണ്ടി പടച്ച തമ്പുരാൻ ഒരുക്കിയ ഏറ്റവും സുന്ദരവും സുതാര്യവും ശാസ്ത്രീയവും സത്യസന്ധവും സർവോപരി ധാർമ്മികവുമായ പാതയാണ് വിവാഹം. വാഹമാണ് വിവാഹം. അതായത് സവിശേഷമായി നിർവഹിക്കപ്പെടേണ്ട ഒന്ന്. കല്യാണം എന്നത് ഒരു കുട്ടിക്കളിയല്ല. വിവാഹം ഒരു വിനോദമല്ല. ആണാവട്ടെ പെണ്ണാവട്ടെ ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്, ഏറ്റവും ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് വിവാഹം, കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത്. ആ ദൗത്യം ആവേശത്തോടുകൂടെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ ഓരോ തലമുറയിലുമുള്ള യുവതി യുവാക്കൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധമായ ദീൻ അടുത്ത ഒരു തലമുറക്ക് പകർന്നു കൊടുക്കുക വളരെ എളുപ്പമാണ്. ധാർമ്മികമായ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം വിവാഹത്തോട് വിമുഖത കാണിച്ച് കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പുതിയ തലമുറ രംഗത്ത് വരുമ്പോൾ അത് സമൂഹത്തെ സർവനാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്ന റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായത് എന്ന് വിശദമായി അന്വേഷിക്കുന്ന ഒന്നാം തരം ഒരു ഗ്രന്ഥമുണ്ട്, ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും വീഴ്ചയും. എഡ്വേർഡ് ഗിബൺ ആ പുസ്തകത്തിൽ ആ സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നത് എന്നതിന്റെ കാരണങ്ങൾ ഓരോന്നോരോന്നായി അന്വേഷിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങൾ, പ്ലേഗ്, കൊറോണ പോലെയുള്ള സാംക്രമിക രോഗങ്ങൾ, ഭൂമി കുലുക്കം പോലെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ഇങ്ങനെ പലതും ആ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞു വരുന്ന ഗിബൺ അതിന്റെ അവസാനം പറയുന്നു, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നാണ്. റോമയിലെ അന്നത്തെ പുതിയ തലമുറ വിവാഹത്തോട് അലർജി കാണിച്ച് കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നടന്നതാണ് ലോകം അടക്കി ഭരിച്ച ആ നാടിന്റെ സർവനാശത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ കാരണം എന്ന് ഗിബൺ ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മനസ്സിൽ ഗാമോഫോബിയ, ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്, കല്യാണ പേടി എന്ന് പറയുന്ന ഒരു പ്രവണത, വിവാഹത്തോട് പുച്ഛം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത ഒരു മാനസിക രോഗം പോലെ
മെല്ലെ മെല്ലെ പകർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഗിബ്ബന്റെ ഈ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിവാഹം എന്നത് നടക്കുന്നത് രണ്ടു വ്യക്തികൾ തമ്മിലാണെങ്കിലും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ, അവർ ജീവിക്കുന്ന പ്രദേശങ്ങൾ, അവർ ഉൾക്കൊള്ളുന്ന സംസ്കാരങ്ങൾ, ഇതെല്ലാം തന്നെ പരസ്പരം സ്നേഹത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന മഹത്തായ ഒരു പ്രക്രിയ കൂടി വിവാഹം അതിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടു വ്യക്തികളുടെ ജീവിതത്തിലെ സന്തോഷം ആയിരക്കണക്കായ ആളുകളുടെ ആനന്ദമായി, ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആഘോഷമായി മാറുന്നതിന്റെ രഹസ്യവും. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ കുടുംബ ജീവിത പാഠങ്ങളെ ഓർക്കാനുള്ള ഒന്നാന്തരം സന്ദർഭങ്ങൾ കൂടിയാണ് നിക്കാഹിന്റെ ഇത്തരം വേദികൾ. മലയാള ഭാഷയിലെ സ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 3 സുശീലങ്ങളാണ് സ്വർഗീയ ദാമ്പത്യത്തിന്റെ ആധാരം എന്ന് പറയാറുണ്ട്. സ്നേഹം, സഹനം, സാന്ത്വനം എന്നിവയാണ് ആ 3 ഗുണങ്ങൾ. പഴയ കാലത്തെ അപേക്ഷിച്ച് ഭാര്യ, ഭർത്താവ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോവുകയും അതിനു പകരം കൂടുതൽ സ്നേഹം വിളിച്ചറിയിക്കുന്ന ബെസ്റ്റി, ക്രഷ്, ലവർ, ലൈഫ് പാർട്ട്ണർ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്നേഹം വല്ലാതെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം? കാണാൻ അഴകുള്ള ഒരു പെണ്ണിനെ വളച്ചെടുക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള ഒരു ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ പ്രയോഗിക്കപ്പെടുന്ന ഒരു കെണിയായിട്ടാണ്, ഒരു സൂത്രമായിട്ടാണ് ഇന്ന് പലരും സ്നേഹത്തെ കാണുന്നത്. എന്നാൽ വിവാഹത്തോടുകൂടെ ആരംഭിക്കുന്നതും ദിവസം ചെല്ലുന്തോറും ശക്തി പ്രാപിക്കുന്നതും മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്തതുമാണ് ട്രൂ ലവ്, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ഒരു വിദ്വൻ സദസ്സിന്റെ മുമ്പാകെ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ആ ചോദ്യം, ഞങ്ങൾ എല്ലാവരും ജീവന് തുല്യം അല്ലെങ്കിൽ ജീവനേക്കാൾ ഏറെ അങ്ങേ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? യഥാർത്ഥത്തിൽ ഏതു നേതാവിന്റെയും വായടപ്പിക്കാൻ സാധിക്കുന്ന, എത്ര സമർത്ഥനായ ഒരു വാഗ്മിയെയും ഒരു നിമിഷം സ്തബ്ധനാക്കി കളയുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങളെല്ലാം അങ്ങേ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു, ഞങ്ങളിൽ അങ്ങേക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ ആരായാലും പെട്ടുപോകുന്ന ഒരവസ്ഥയാണത്. പക്ഷേ തെല്ലിട പോലും ശങ്കിച്ചു നിൽക്കാതെ സംശയലേശമന്യേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ആയിഷ ബീവി. ആദ്യത്തെ ആ മറുപടിയിൽ നിന്ന് മാറുന്നില്ല. നിങ്ങൾ ആണുങ്ങളുടെ കാര്യമാണോ ചോദിക്കുന്നത് എങ്കിൽ അബൂഹ, ആരാണോ ആയിഷ ബീവിയെ എന്റെ കൈപിടിച്ചേൽപ്പിച്ച് ജീവിത പങ്കാളിയാക്കി തന്നത്, ആയിഷ ബീവിയുടെ പിതാവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പേര് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ആയിഷ ബീവിയുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിന്റെ ഇടയെടുപ്പങ്ങൾ കൂടുതൽ ശക്തമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ജീവിതം ശ്രീമൽ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹസാരമിഹ വേഗ സത്യമാം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ, സ്വർഗഗേഹം പണിയും പടുത്തം എന്ന് മലയാളത്തിന്റെ സ്നേഹഗായകനായ കുമാരനാശാൻ പാടിയത് നമുക്ക് ഓർക്കാം. സ്നേഹം പോലെ പ്രധാനമാണ് സഹനം. അതായത്
ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എല്ലാം തികഞ്ഞ ഒരു പെണ്ണല്ല. എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ചെറുപ്പക്കാരൻ എല്ലാം തികഞ്ഞ ഒരു ചെറുപ്പക്കാരനല്ല. എനിക്കുള്ളതുപോലെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും അയാൾക്കുമുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുകയാണ് വൈവാഹിക ജീവിതം സ്വർഗീയമാകാൻ ഏറ്റവും വേണ്ട രണ്ടാമത്തെ കാര്യം. മനുഷ്യ സഹജമായ തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും to err is human എന്നാണല്ലോ, അത് പ്രകൃതിപരമായി സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും പോരായ്മകളും ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് സ്വർഗീയ ദാമ്പത്യം എന്നുള്ളത്. സ്നേഹവും സഹനവും പോലെ ജീവിതത്തെ സ്വർഗീയമാക്കുന്ന മറ്റൊന്നാണ് സാന്ത്വനം. ഒരുപാട് ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വന്നെങ്കിലും വഫാത്ത് വരെ ഒരു ദിവസം പോലും ഒഴിയാതെ നിത്യമായി നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ ഓർത്തുകൊണ്ടിരുന്നു. ഖദീജ ഉമ്മയുടെ അവദാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ സുഹൃത്തുക്കളെ ആദരിച്ചു, അവരുടെ ആണ്ട് കൃത്യമായി ആചരിച്ചു. എല്ലാ അർത്ഥത്തിലും ഖദീജ ബീവിയുടെ മധുരമൂറുന്ന ഓർമ്മകളിലൂടെയുള്ള ഒരു പ്രയാണമായിരുന്നു പുണ്യനബിയുടെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത വിധം ആ ഓർമ്മ ഒരിക്കലും മാഞ്ഞു പോകാതെ മറഞ്ഞു പോകാതെ ശോഭയോടെ നിലനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി അടക്കം പലരും അത്ഭുതത്തോടെ സ്വാഭാവികമായ നീരസത്തോടെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിന് ഇത്രയധികം ഖദീജ ബീവിയെ അങ്ങ് ഓർക്കുന്നു, അനുസ്മരിക്കുന്നു? എന്ന് പറഞ്ഞ മറുപടി, ഒരു നാട് മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞ നാളുകളിൽ മക്കയിലെ ബിംബങ്ങളുടെ വിഗ്രഹങ്ങളുടെ കുലദൈവങ്ങളുടെ ശാപം മുഴുവനും നിങ്ങളുടെ തലയിൽ വീണതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾക്ക് വന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത നാളുകളിൽ ആരുമില്ലെങ്കിലും ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂടിയ സാന്ത്വനത്തിന്റെ പേരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. പാട്ടുകൾ പാടിക്കെടുത്തുന്നു തന്വങ്കി കൂട്ടുകാരന്റെ തണുപ്പും തളർച്ചയുമെന്ന് വടക്കൻ പാട്ടുകളിൽ പറയുന്നത് സാന്ത്വനത്തിന്റെ ഈ ശക്തിയെ സംബന്ധിച്ചാണ്. ഭാര്യ ഭർത്താക്കന്മാരായി ഇണകളായി ജീവിക്കുന്നവർ എല്ലാ ദിവസവും ഒരല്പസമയമെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് മൂന്നും സ്നേഹം വർദ്ധിപ്പിക്കുന്ന സ്വർഗീയ ദാമ്പത്യത്തെ ഉറപ്പു തരുന്ന വലിയ ശീലങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാമേവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മുടെ ഹൃദയ വസന്തമായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളോട് ഈ മുബാറക്കായ നിക്കാഹ് കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മഹാനായ തങ്ങളെ സ്നേഹപൂർവ്വം